ഏറ്റവും പുതിയ ഡിസൈനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ, ഏറ്റവും മികച്ച ഓഫറുകൾ. ഓൺലി അറ്റ് റിഗാലിയ ഗോൾഡൻ ഡയമണ്ട്, ചാവക്കാട്. കുന്നംകുളം ട്രഷറി റോഡിലെ അനധികൃത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നഗരസഭാ കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ ബഹളം. പ്രതിപക്ഷ അംഗങ്ങളായ ബിജു സി ബേബി, ലബീബ് ഹസൻ, ഷാജി ആലിക്കൽ, മിഷ സെബാസ്റ്റ്യൻ എന്നിവരാണ് യോഗത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ട്രഷറി റോഡിലെ കയ്യേറ്റവും അനധികൃത കെട്ടിട നിർമ്മാണവും വിജിലൻസ് അന്വേഷിക്കണമെന്ന് ഷാജി ആലിക്കൽ ആവശ്യപ്പെട്ടു. ആ തോട് 2 ദിവസം മുന്നേ കയ്യേറി ഷീറ്റ് കൊണ്ട് മറിച്ച് അതിൽ കോൺക്രീറ്റ് നിറച്ച് ആ ബിൽഡിങ്ങിന് സേഫ്റ്റായിട്ട് ഉണ്ടാക്കുന്ന തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതായി പറഞ്ഞു. ഇവിടെ അങ്ങനെ നിർമ്മാണ പ്രവർത്തനം നടക്കാൻ വേണ്ടി നടത്തുന്നതിന് വേണ്ടി നഗരസഭയ്ക്ക് അപേക്ഷ തന്നിരുന്നു എന്നാണ് ഇവിടുന്ന് അറിയാൻ കഴിയുന്നത്. അങ്ങനെ അപേക്ഷ തന്നിരുന്നെങ്കിൽ അത് എന്തുകൊണ്ടാണ് നിരസിച്ചത് നഗരസഭ എന്ന് വെക്കാൻ, അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്, അതുകൊണ്ടാണ് നിരസിച്ചതെങ്കിൽ പിന്നെ അത് പണിയാൻ ആരൊക്കെയാണ് അതിന് കൂട്ടുന്നത് എന്നുള്ളറിയണം. ഞാൻ മനസ്സിലാക്കിയോടത്തോളം കുന്നംകുളം നഗരസഭയിൽ ഇതുപോലെയുള്ള അനധികൃത നിർമ്മാണം മുഴുവൻ, നടക്കാൻ കഴിയാത്ത കാര്യങ്ങൾ മുഴുവൻ അത് CPM-ന്റെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്നാണ് അനുമതി കൊടുക്കുന്നതാണ് ഞാൻ അറിഞ്ഞത്. ഇവിടെ കുന്നംകുളം നഗരസഭ CPM ഭരിക്കുമ്പോൾ CPM-ന്റെ ഏരിയ കമ്മിറ്റി പോയി അപേക്ഷ കൊടുത്താൽ ഇവിടെ അനധികൃത നിർമ്മാണത്തിന് അനുമതി കിട്ടുമെന്നാണ് കുന്നംകുളത്തെ ജനങ്ങൾ പറയുന്നത്. അതിന്റെ ഭാഗമായി CPM-ന്റെ ഒരു നേതാവ് തന്നെയാണ് ആ നിർമ്മാണം ഏറ്റെടുത്തതും കുന്നംകുളം നഗരസഭയിൽ നിന്ന് പോയി അത് നിർത്തലാക്കിയത്. ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ, അങ്ങനെ നിർത്തലാക്കിക്കൊണ്ട് മാത്രം ഈ പ്രശ്നം തീരുന്നില്ല. കാരണം അത് പൊളിച്ചു കളയാനുള്ള സംവിധാനം ഇപ്പോഴുണ്ടാവും. ഞാൻ മനസ്സിലാക്കിയോടത്തോളം ആ കെട്ടിടത്തിന്റെ 2 തൂണിന്റെ പകുതി ആ തോട്ടിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങളും സെറ്റ്ബാക്കിന് വേണ്ടിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും നിൽക്കുന്നുണ്ട്. ഇത് പൊളിച്ചു കളയാൻ നഗരസഭ അടിയന്തരമായി ഉത്തരവിടണം. അല്ലെങ്കിൽ നഗരസഭ അത് പൊളിച്ചു കളഞ്ഞ് അതിൻ്റെ നഷ്ടം ആ കെട്ടിട ഉടമയിൽ നിന്ന് ഈടാക്കുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം. രണ്ടാമതായി, ഈ കെട്ടിടത്തിന് സ്ഥലം വിറ്റ് കൊടുക്കുമ്പോൾ നഗരസഭയുമായി ഒരു ഡീലുണ്ട്. ഡീലെന്ന് പറഞ്ഞാൽ ഒരു അഴിമതിയുടെ ഡീൽ തന്നെയാണ്. കുറച്ച് സ്ഥലം, അതായത് ഒരു M² സ്ഥലം നഗരസഭയ്ക്ക് ആ കെട്ടിടത്തിന്റെ ആദ്യത്തെ ഉടമസ്ഥൻ രാമകൃഷ്ണൻ എന്നൊരാൾ ഒരു M² സ്ഥലം, അതായത് 10.25 സ്ക്വയർ ഫീറ്റ് സ്ഥലം നഗരസഭയുമായി കരാർ വെച്ചിട്ടുണ്ട്. ആ എഗ്രിമെന്റിൽ നഗരസഭയും ഈ രാമകൃഷ്ണനും ഒപ്പിട്ടുള്ള ആ എഗ്രിമെന്റ് പേപ്പർ ഇവിടെ ഉണ്ടാവും, ഇപ്പോഴത്തെ ഫയൽ കാണും. അങ്ങനെ നഗരസഭ എഗ്രിമെന്റ് വെച്ച് നഗരസഭയ്ക്ക് എഴുതി കൊടുത്തിട്ടുള്ള ആ ഒരു M² ഭൂമി അടക്കമാണ് ഇന്ന് ഈ രാമകൃഷ്ണൻ മറ്റൊരു വ്യക്തിക്ക് വിറ്റിരിക്കുന്നത്. അങ്ങനെ നഗരസഭയുടെ ഭൂമി അടക്കം നഗരസഭയ്ക്ക് എഗ്രിമെന്റ് വെച്ച് നഗരസഭയ്ക്ക് കൊടുത്ത ആ ഭൂമി അടക്കം ഈ രാമകൃഷ്ണൻ എന്ന വ്യക്തി വിറ്റിട്ട് നഗരസഭ അത് അറിഞ്ഞില്ല, നഗരസഭയുടെ ഭൂമി വിറ്റ് നഗരസഭ അറിഞ്ഞില്ല എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ആ ബിൽഡിങ്ങിന്റെ പോരായ്മകൾ, അവിടുത്തെ തോട് കയ്യേറ്റം, അവിടുത്തെ തൂണ് നിർമ്മാണം, അതുപോലെ തന്നെ നഗരസഭയുടെ ഭൂമി കയ്യേറിയത്, ഇത്തരം എല്ലാ വിഷയങ്ങളും വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. അന്താരാഷ്ട്ര നിലവാരമാർന്ന 100% സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ്, ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ്, പ്ലാറ്റിനം പോലെ സിൽവർ, ആലൂക്കാരൻ സിൽവർ ജ്വല്ലറി, ചേറ്റുവ റോഡ്, ചാവക്കാട്, ചേറ്റുവ റോഡ്, വാടാനപ്പള്ളി.